ഖത്തറിലെ ദോഹയിൽ നടക്കുന്ന അറബ് ഉച്ചകോടിയുടെ പ്രധാന ലക്ഷ്യം ഇസ്രായേലിനെതിരായിട്ട് എന്ത് നിലപാട് സ്വീകരിക്കണമെന്നുള്ളതാണ്. ഇതിൽ എത്ര രാജ്യങ്ങൾക്ക് ഇസ്രായേലിനെ ധൈര്യപൂർവ്വം വെല്ലുവിളിക്കാൻ സാധിക്കും? ഇതൊരു നിർണായകമായ ഘടകമാണ്. ഇനി കേരളത്തിലേക്ക് വന്നാൽ ഖത്തറിലെ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനെതിരെ ഇന്ന് CPM വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. അപ്പോൾ ഇസ്രായേൽ ഇതിനു മുമ്പ് ലെബനെ ആക്രമിച്ചു, സിറിയയെ ആക്രമിച്ചു, ഇറാനെ ആക്രമിച്ചു. അപ്പോഴൊന്നും കാണാത്ത ഒരു ഖത്തർ സ്നേഹം കേരളത്തിലെ CPMൽ പൊട്ടിമുളയ്ക്കുന്നു. രണ്ടും കൂടെ എങ്ങനെയാണ് മാഷ് നോക്കുന്നത്? അതെ, ഇത് രണ്ടും കൂടി ചേർക്കുമ്പോൾ മൊത്തത്തിൽ വമ്പിച്ച തോതിലുള്ള തമാശയും വൈരുദ്ധ്യമൊക്കെ തോന്നുന്നുണ്ട് നമുക്ക്. ഒന്നാമത്തെ കാര്യം, ഈ അറബ് ഉച്ചകോടിക്ക് ഇപ്പോൾ ഈ ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചതാണല്ലോ അറബ് ഉച്ചകോടിയുടെ കാരണം. ഖത്തറിനെ ഇസ്രായേൽ ആക്രമിക്കുന്നതിനൊരു കാരണമില്ലേ? എന്തായിരുന്നു കാരണം? ഇസ്രായേലിൽ ഹമാസ് നുഴഞ്ഞു കയറി അവിടെ ചാവേർ ആക്രമണം നടത്തി ഇസ്രായേൽ തിരിച്ചടിക്കാൻ തുടങ്ങി. എന്നാണോ ഇസ്രായേൽ ഫലസ്തീനെ ഏറ്റവും ഒടുവിൽ തിരിച്ചടിക്കാൻ തുടങ്ങിയത്, അന്നു മുതൽ ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിൽ സമാധാന ചർച്ചയും തുടങ്ങി. എന്ന് പറഞ്ഞാൽ സമാധാന ചർച്ച തുടങ്ങി എന്ന് പറഞ്ഞാൽ വെടിനിർത്തൽ ചർച്ച. വർഷങ്ങളായി. വെടിനിർത്തിയോ? ഇല്ല. എന്നാൽ സമാധാനം ഉണ്ടായോ? സമാധാനം ഉണ്ടായില്ല. പിന്നെ എന്തായിരുന്നു ആ വെടിനിർത്തൽ കരാറിൻ്റെ ഒരു താല്പര്യം? ഒറ്റ താല്പര്യമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഇന്ന് ലോകമാധ്യമങ്ങൾക്കൊക്കെ നല്ല ഉറപ്പുണ്ട്. എന്തായിരുന്നു അറിയോ? ഈ ചാവേറുകളെ ഇറക്കി വിട്ട് ഇസ്രായേലിൻ്റെ സമാധാനം കെടുത്തുകയും ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഈ ഗസയിലെ പട്ടിണിപ്പാവങ്ങളായ മനുഷ്യരുടെ ഒക്കെ ആവാസ വ്യവസ്ഥകളിൽ ചെന്നിട്ട് ഈ ചാവേറുകൾ ഒളിച്ചിരുന്നപ്പോഴാണ് അത് മുഴുവൻ തകർക്കേണ്ടി വന്നത് ഇസ്രായേലിന്. അപ്പോൾ സ്വന്തം അണികളായ ചാവേറുകളെ ചാവാൻ വിട്ടിട്ട് എവിടെയാണ് ഈ നേതാക്കന്മാർ പോയിരുന്നത് അറിയോ? ഹമാസിൻ്റെ ഏറ്റവും ആഗോള പ്രശസ്തരായ 5 നേതാക്കന്മാർ ഒളിച്ചിരിക്കാൻ പോയത് ദോഹയിലാണ്, ഖത്തറിലാണ്. ഈ തീവ്രവാദികൾക്ക് മുഴുവൻ അഭയം കൊടുക്കുന്ന ഒരു സ്ഥാനമാണ് ഖത്തർ. ഇപ്പോഴല്ല, പണ്ടും അങ്ങനെയാണ്. പക്ഷേ എല്ലാവരോടും വളരെ വിപുലമായ കച്ചവട ബന്ധങ്ങളുണ്ട് എന്നർത്ഥം. എന്നാൽ ഇസ്ലാമിക തീവ്രവാദികൾക്ക്, ഇസ്ലാമിക മൗലികവാദികൾക്ക് അഭയം കൊടുത്തു. എന്തിനാണ് ഈ ട്രൂസ് ചർച്ച, ഈ ഒത്തുതീർപ്പ് ചർച്ച അല്ലെങ്കിൽ വെടിനിർത്തൽ ചർച്ച എന്ന് പറഞ്ഞിട്ട് ചർച്ച വെച്ചത് വേറൊന്നിനുമല്ല. ഹമാസിൻ്റെ നേതാക്കന്മാർ ചെന്നിട്ട് അവിടെ ഒളിച്ചിരുന്നാൽ വേറെ കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇസ്രായേൽ ആവശ്യപ്പെടും, ഞങ്ങളുടെ നാട് കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുന്ന ഭീകരവാദികൾ ഇവിടെ ഇരുന്നിട്ടാണ് ഈ കളി. സുരക്ഷിതമായ ഖത്തറിൽ ഇരുന്നു കൊണ്ടാണ് സ്വന്തം അണികളെ ചാവേറാക്കി വിട്ടിട്ട് ഇസ്രായേൽ ഫലസ്തീൻ ഇഷ്യൂ ഇസ്രായേലും ഫലസ്തീനും മുഴുവൻ കത്തിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണ്. അപ്പോൾ അവരെ വിട്ടുകിട്ടണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെടും, ന്യായമായിട്ടും. അത് ആവശ്യപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഒരിക്കലും തീരാത്ത മാരത്തോൺ ഒത്തുതീർപ്പ് ചർച്ച. ഏത്? ഈ പറയുന്ന ട്രൂസ് എന്ന് പറഞ്ഞാൽ വെടിനിർത്തൽ ചർച്ച. എന്തായിരുന്നു കാരണം? എന്തായിരുന്നു ലക്ഷ്യം? യഥാർത്ഥ ലക്ഷ്യം ഈ ഹമാസിൻ്റെ നായകന്മാരായ തീവ്രവാദികളെ രക്ഷിച്ചെടുക്കുകയാണ്. അവർക്ക് സുരക്ഷിതമായ കാവലൊരുക്കുകയായിരുന്നു ഖത്തർ ചെയ്തത്. ഇനി ഈ ചർച്ചയ്ക്ക് വേറൊരു തമാശയും കൂടി ഉണ്ട്. ഈ ചർച്ചയ്ക്ക് ഏറ്റവും വലിയ രൂപരേഖ തയ്യാറാക്കിയത് ആരാ? വിറ്റ്കോഫാണ്. ട്രംപിൻ്റെ സ്വന്തം ആൾ പോയിട്ടാണ് ഇതിന് മുഴുവൻ കാർമ്മികത്വം വഹിച്ചത്. വിറ്റ്കോഫ് ഉണ്ടാക്കിയ ഡിസൈൻ അനുസരിച്ച് ആ ചർച്ച. എന്നാൽ ചർച്ച എവിടെയെങ്കിലും എത്തിയോ? ഇന്നോളം എവിടെ എത്തിയിട്ടില്ല. ഇസ്രായേൽ ഒരു ദിവസം പോലും വെടിനിർത്തിയിട്ടില്ല. ഹമാസ് ഇങ്ങനെ വെടിനിർത്തലിന് ആഹ്വാനം നൽകുക എന്നല്ലാതെ, വെടിനിർത്തലിന് ആഗ്രഹിക്കുക എന്നല്ലാതെ ബന്ദികളെ വിട്ടുകൊടുത്തോ? ഇപ്പോഴും വിട്ടുകൊടുത്തിട്ടില്ല. പിന്നെ എന്തായിരുന്നു ഖത്തറിലെ ചർച്ചയുടെ ഉദ്ദേശം? അവർക്ക് വേണ്ടപ്പെട്ടവരായ ഈ ഹമാസ് തീവ്രവാദികളെ രക്ഷിച്ചെടുക്കുകയായിരുന്നു. അത് രക്ഷിച്ചു. 5 പേരിൽ 2 പേര് കൊല്ലപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അതുപോലും ഇസ്രായേലേ പറഞ്ഞിട്ടുള്ളൂ, ഖത്തർ സമ്മതിച്ചിട്ടില്ല, ഹമാസ് സമ്മതിച്ചിട്ടില്ല. എന്തായാലും തീവ്രവാദികളെ സുരക്ഷിതമായി രക്ഷിച്ചെടുക്കുകയായിരുന്നു ഇവർ. ഇനി അതിന് ഒത്താശ ചെയ്തുകൊണ്ട് വിറ്റ്കോഫിൻ്റെ ഒരു ഫോർമുലയുമായി ട്രംപ് എന്തിനാണ് ആളെ അയച്ചത്? അന്തിമമായി നമുക്ക് ബോധ്യം വരേണ്ട ഒരു കാര്യം, ലോകത്തിലെ ഭീകരവാദികൾക്കെതിരെ യുദ്ധം നയിക്കുന്ന അമേരിക്ക തന്നെയാണ് ലോകത്തിലെ യഥാർത്ഥ ഇസ്ലാമിക ഭീകരവാദികളെ മുഴുവൻ പോറ്റി വളർത്തിയത്. ആരാണ് ബിൻ ലാദനെ വളർത്തിയത്? അമേരിക്കയാണ്. ബിൻ ലാദൻ ഉൾപ്പെടെയുള്ള എല്ലാ ഏത് തീവ്രവാദികൾ? ആരാണ് ISIയെ വളർത്തിയത്? ISIക്ക് പരിശീലനം കൊടുക്കുന്ന ആരാണ്? അമേരിക്കയാണ്. എന്ന് പറഞ്ഞാൽ ഈ ഹമാസ് തീവ്രവാദികളെയും ആത്യന്തികമായി സമർത്ഥമായി രക്ഷിക്കാൻ ഖത്തറിനെ സഹായിച്ചതും അമേരിക്കയാണ്. അതാണല്ലോ വിറ്റ്കോഫിൻ്റെ സാന്നിധ്യം. ഇനി ഖത്തറിൽ ഇസ്രായേലിൻ്റെ ആക്രമണം നേരിട്ടു. എന്താ അമേരിക്ക സ്വീകരിച്ച നിലപാട്? ശരിയാണെന്ന് പറഞ്ഞോ? അല്ല. അപ്പോഴും സമാധാനം എന്ന് പറഞ്ഞു. എന്നാൽ ഖത്തർ, ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ മാനസപുത്രനാണല്ലോ. എത്രയോ ചരിത്രത്തിൽ മുഴുവനും അങ്ങനെയാണ്.
ഖത്തർ തന്നെയും പറഞ്ഞുകൊണ്ടിരുന്നത് അമേരിക്കയും ഇസ്രായേലും ഒന്നാണെന്നാണ്. പക്ഷേ ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ ഖത്തർ എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്, അൽത്താനി, ഖത്തറിലെ അമീർ അൽത്താനി എങ്ങോട്ടാണ് പോണത്? അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ ചോറുണ്ണാനാണ് പോണത്, വിരുന്നിനാണ് പോണത്. എന്താ അതിൻ്റെ അർത്ഥം? അമേരിക്കയും ഖത്തറും ചേർന്ന് ഹമ്മാസുമായി നിഗൂഢമായ ഒരു ധാരണയുണ്ട് എന്നല്ലേ അർത്ഥം. അതുകൊണ്ടാണ് അടുത്ത കാലത്ത് ഇസ്രായേൽ അമേരിക്കയുടെ വെടിനിർത്തണം എന്ന് ട്രംപ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കേൾക്കാതെ പോയത് അതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് അമേരിക്കയിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ത്യക്ക് മാത്രമല്ല, അവരുടെ ആത്മപുത്രനായ ഇസ്രായേലിന് പോലും വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഇപ്പോൾ എന്താ പ്രശ്നം? അവിടെ അറബ് ഉച്ചകോടി വിളിച്ചു. അറബ് ഉച്ചകോടി വിളിക്കാൻ, ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള ഇഷ്യൂവിൽ അറബ് ഉച്ചകോടി വിളിക്കാൻ ഖത്തറിനെ ആക്രമിക്കുന്നവരെ കാത്തു നിൽക്കണോ? വേണ്ട. ഫലസ്തീനാണ് അറബ് ലോകത്തിൻ്റെ ഇഷ്യൂ എങ്കിൽ എന്ന് വിളിക്കണം അവർ ഉച്ചകോടി? ഇപ്പോൾ വിളിച്ചാൽ മതിയോ? ഇനി ഉച്ചകോടി വിളിച്ചിട്ട് എന്താ ഇപ്പോഴത്തെ ധാരണ? ഇന്നത്തെ അവസ്ഥയിൽ ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചതിനെതിരായ ഒരു നിലപാട് സ്വീകരിക്കാൻ എത്ര അറബ് രാജ്യങ്ങൾക്ക് കഴിയും? ഇസ്രായേലിനെ വെല്ലുവിളിക്കാൻ കഴിയുന്ന എത്ര അറബ് രാജ്യങ്ങളുണ്ട്? എന്തുകൊണ്ട് കഴിയില്ല? ഒന്നാമത്തെ കാര്യം, ഈ അറബ് രാജ്യങ്ങൾക്കൊക്കെ തന്നെ ഇസ്രായേലിൻ്റെ സഹായം ആവശ്യമുണ്ട്. ഒന്ന്. രണ്ട്, ഇസ്രായേലിനെ ഏത് അറബ് രാജ്യത്തെയും വെല്ലുവിളിക്കാനുള്ള സായുധമായ ശേഷി ഇസ്രായേലിനുണ്ട്. മൂന്ന്, അറബ് രാജ്യങ്ങളിലൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, ചാരപ്രവർത്തനങ്ങൾ, എഞ്ചിനീയറിംഗ് പ്രവർത്തനങ്ങൾ, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ആയുധ സഹായം, ഇത് മുഴുവൻ സമ്മാനിക്കുന്നതും ആരാണ്? ഇസ്രായേലാണ്. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ആയുധം വാങ്ങി ഇസ്രായേലിൻ്റെ നെഞ്ചത്തേക്ക് അയച്ചു കളയാം എന്ന് വിചാരിക്കുമോ? അതും ഒന്ന്. വേറൊന്ന്, ധാർമ്മികമായി അറബ് ലോകം നേരിടുന്നൊരു വലിയ പ്രതിസന്ധി ഇല്ലേ? ഇപ്പോൾ ഇവർ പറയുന്നു ദ്വിരാഷ്ട്ര സിദ്ധാന്തം അംഗീകരിക്കണം, 2 നേഷൻ തിയറി. എന്താണ്? ഇസ്രായേലും ഫലസ്തീനും ഒരുപോലുള്ള 2 സഹോദര രാജ്യങ്ങളായി അംഗീകരിക്കണം. ഇത് 1948 ഐക്യരാഷ്ട്രസഭ പറഞ്ഞപ്പോൾ ആരാ അംഗീകരിക്കാതിരുന്നത്? ഇസ്രായേലാണോ? അറബ് രാജ്യങ്ങളാണ് അംഗീകരിക്കാതിരുന്നത്. അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഇസ്രായേലിന് അംഗീകാരം കൊടുക്കാൻ പാടില്ല, ഇസ്രായേലിനും അംഗീകാരം കൊടുക്കാൻ പാടില്ല, ഫലസ്തീൻ മാത്രമേ അംഗീകരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പോയി ഇസ്രായേലിനെ ആക്രമിച്ചു. ഓർമ്മയില്ലേ? 5 അറബ് രാജ്യങ്ങൾ ആക്രമിച്ചു. അന്ന് തോറ്റു തുടങ്ങിയതാണ്. ധാർമ്മികമായിട്ട് ഈ 78 കൊല്ലം കഴിഞ്ഞിട്ട് ഇസ്രായേലിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ ഫലസ്തീൻ ഭൂപടത്തിൽ ഇല്ലാത്തൊരു ലോകം വരാൻ പോവുക. ഈ ഘട്ടത്തിൽ വെച്ച് ഇസ്രായേൽ പിൻവാങ്ങുമെന്ന് അവർക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഫിനിഷ് ദ ജോബ് എന്ന മുദ്രാവാക്യവുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. 78 കൊല്ലമായി അവർ സഹിക്കാൻ തുടങ്ങിയിട്ട്. അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളും പ്രതിസന്ധിയൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു യുദ്ധത്തിൻ്റെ കാലത്ത് കെടുതികളുണ്ടാവും, കഷ്ടപ്പാടുകളുണ്ടാവും, നിലവിളികളുണ്ടാവും, ഒക്കെ ഉണ്ട്. അമേരിക്ക ഇനി അങ്ങോട്ട് ഫലസ്തീൻ വേണ്ട, 48 ഫോർമുല ഞങ്ങൾ മറന്നു, ഇനി ഞങ്ങൾക്ക് ഫലസ്തീൻ മൊത്തമായി ഞങ്ങളുടേതാണ് എന്നൊരു മുദ്രാവാക്യമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അറബ് ലോകം കാണിച്ച അവരുടെ കെടുകാര്യസ്ഥതയുടെയും അധർമ്മത്തിൻ്റെയും കൂടി കാരണമല്ലേ? അവർ കൂടി ഉത്തരവാദികളല്ലേ? അതുകൊണ്ട് ഈ ഉച്ചകോടിക്ക് ഒരു കാര്യവുമില്ല. അവസാനമായി ഈ ഉച്ചകോടി അവിടെ നടക്കുമ്പോൾ കേരളത്തിലെ CPM സാമ്രാജ്യത്വ വിരുദ്ധ ദിനം, ഒന്നാലോചിച്ച് നോക്കൂ. എന്ത് സാമ്രാജ്യത്വ വിരുദ്ധ? ഖത്തറിനെ ആക്രമിക്കുമ്പോൾ മാത്രമാണോ? ഇസ്രായേൽ ആരെയൊക്കെ ആക്രമിച്ചു? എത്ര മുസ്ലിം രാജ്യങ്ങളെ ആക്രമിച്ചു? ഖത്തർ പൊരുതുന്നത് ആരോടാണ്? ഇസ്രായേൽ പൊരുതുന്നത് ഫലസ്തീനോടാണ് പൊരുതുന്നത്. അതെ. വെസ്റ്റ് ബാങ്ക് മുഴുവനും അറ്റാച്ച് ചെയ്തു. ഏതാണ്ട് ഒരു പൂച്ചക്കുട്ടി പോലും മിണ്ടാനില്ലാത്ത വിധം വെസ്റ്റ് ബാങ്കിൽ കൊണ്ടുപോയി ഇസ്രായേൽ പൗരന്മാരെ പാർപ്പിച്ചു. അവിടെ അൽഫത്തഹനാണ് ഭൂരിപക്ഷം ഉള്ളത്. ഏതാണ്ട് ഇസ്രായേലിന് കീഴടങ്ങിയ മട്ടാണ്. മഹ്മൂദ് അബ്ബാസ് എന്ന പ്രസിഡന്റ് ഉൾപ്പെടെ കീഴടങ്ങിയ മട്ടാണ്. ഒരു അനക്കമില്ല വെസ്റ്റ് ബാങ്കിൽ. ഗസയിൽ മാത്രമാണ് ഈ ചാവേറുകൾ പൊട്ടിത്തെറിക്കുന്നത്. എന്നെങ്കിലും അവർക്ക് തോന്നിയോ? കഴിഞ്ഞ 78 കൊല്ലത്തിനുള്ളിൽ എത്ര തവണ സാമ്രാജ്യത്വ വിരുദ്ധ ദിനം ആചരിക്കാമായിരുന്നു? ഉണ്ടായില്ലല്ലോ. സിറിയയെ ആക്രമിച്ചില്ലേ? ഇറാനെ ആക്രമിച്ചില്ലേ? നേരത്തെ സിനു പറഞ്ഞ പോലെ അപ്പോഴൊന്നുമില്ലാത്തൊരു സാമ്രാജ്യത്വ വിരോധം ഖത്തറിനെ ആക്രമിക്കുമ്പോൾ അത് വളരെ ലളിതമായ, വളരെ ചീപ്പായ ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സാണ്. എന്താ? ഖത്തറിൽ പണിയെടുക്കുന്നവരുടെ കുടുംബങ്ങൾ കേരളത്തിലുണ്ട്, അവർക്ക് വോട്ടുണ്ട്, വേറെ എന്ത് കാര്യമുണ്ട്? അതിലപ്പുറം എന്ത് സാമ്രാജ്യത്വ വിരുദ്ധ ദിനമാണ്? അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ CPM നയിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് മറുപടി പറയേണ്ട ഒരു കാര്യമുണ്ട്. പലസ്തീൻ പ്രശ്നം പരിഹരിക്കണോ? ഇസ്രായേലിനെ നിലക്ക് നിർത്തണോ? ഇസ്രായേൽ ആക്രമിക്കുന്നതെന്നാണല്ലോ പറയണത്. ഇസ്രായേലിനെ നിലക്ക് നിർത്താൻ അമേരിക്ക വിചാരിച്ചാൽ പോലും കഴിയില്ല. പക്ഷേ നിലക്ക് നിർത്താൻ കഴിയാവുന്ന ശക്തികളൊക്കെ ഇപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്നവരാണല്ലോ. കേരളത്തിലെ CPM-ഉം CPI-യും തമ്മിലുള്ള തർക്കത്തിൽ
CPM ചൈനീസ് പക്ഷത്തല്ലേ? അതെ. ചൈന വിചാരിച്ചാൽ 1 മണിക്കൂർ കൊണ്ട് നിർത്താൻ പറ്റുമല്ലോ ഇസ്രായേലിനെ നിലക്ക് നിർത്താൻ. അത് അവരോടല്ലേ പറയേണ്ടത്? പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും ചൈനയോട് പാലസ്തീൻ പ്രശ്നം പരിഹരിക്കണം എന്ന് ആവശ്യപ്പെടാനുള്ള നട്ടെല്ല് കേരളത്തിലെ ഇന്ത്യയിലെ CPM ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. റഷ്യ വേണമെങ്കിൽ ഇടപെടാവുന്ന രാജ്യമാണല്ലോ. റഷ്യ ഇടപെട്ടിട്ടുണ്ടോ? ഇല്ല. വെറുതെ പ്രസ്താവന, കടലാസിൽ എവിടെയെങ്കിലും ഒരു പ്രസ്താവന ഇറക്കിയാൽ മതിയോ? അതുകൊണ്ട് CPM കാണിക്കുന്ന ഇതിൽ അങ്ങേയറ്റം അധാർമികവും പരിഹാസ്യവുമായ നിലപാടാണ്. അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ആഗോളതലത്തിൽ ചെയ്തിട്ടില്ല. അവർക്ക് അനുകൂലമായ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെന്ന് ഓമനപ്പേരെങ്കിലും വിളിക്കുന്നുണ്ടല്ലോ ചൈനയും റഷ്യയും ഒക്കെ, ചെയ്തിട്ടില്ല. ഈ വില കുറഞ്ഞ വോട്ട് ബാങ്കാണ്. പണ്ട് ഓർമ്മയില്ലേ, സദ്ദാം ഹുസൈനെ വീരനായകനായി വാഴ്ത്തിക്കൊണ്ട് ഇലക്ഷൻ കാലത്ത് വോട്ട് പിടിച്ചതുപോലുള്ള ഒരു വൃത്തികെട്ട തന്ത്രം മാത്രമാകും ഇത്. പക്ഷേ പഴയ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൻ്റെ കാലമല്ല. ഈ പ്രീണന രാഷ്ട്രീയം ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. എനിക്ക് തോന്നുന്നത് ഈ സാമ്രാജ്യത്വ വിരുദ്ധ ദിനം കൂടി തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ കണക്കിലേക്ക് വീണ്ടും CPM പോകുന്നു എന്നൊരു തോന്നൽ പിണറായി വിജയൻ്റെ 3ാം ടേം കാത്തിരിക്കുന്ന സമയത്ത് അവർക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുക. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.